എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS ബ്ലോഗ്സിലേക്ക് ഹർത്തവമായ സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പഴയ കാലത്ത്, അതായത് നമ്മുടെ അമ്മൂമ്മമാരുടെ കാലത്ത് വളരെ കാര്യമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. അതായത് ചക്കയുടെ പൂഞ്ചും അതിൻ്റെ കുരുവും. അതാണ് ഇവിടെ പുഴുക്കായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് എടുത്തിട്ടുള്ള ഇരിക്കുന്ന പൂഞ്ച്, ചക്ക അരി 1 കപ്പ്, പൂഞ്ച് 1 കപ്പ്, പിന്നെ കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, മുളക് പൊടി, നാളികേരം 1 കപ്പ്, പിന്നെ വെളുത്തുള്ളി 1 തൊട, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയുമാണ് ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകൾ. ഇത് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് അരിയുന്നതെന്ന്. ഇതിൻ്റെ നടുക്കിരിക്കുന്ന ഭാഗം നമ്മൾ എടുത്തത് കളയണം. അത് വേവില്ല, അത് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. അതിനെ നമ്മൾ വേർപെടുത്തി കളഞ്ഞിട്ട് ഇതുപോലെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൂഞ്ചാണ്. ഇത് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയിട്ടിരിക്കുന്ന കൂട്ടാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ചെറുതായിട്ട് ഇങ്ങനെ ഞുറുക്കി ഇടണം, അല്ലെങ്കിൽ വേവൂല. ഇതുപോലെ ഞുറുക്കി ഇടണം. ആ കൂട്ടാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കത് എങ്ങനെയാണ് പാകപ്പെടുത്തി എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കയരി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചക്കക്കുരു, ഇതിട്ടതിന് ശേഷം 1/2 കപ്പ്, ഇതിന് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇത് 1 വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും ഇത് അതിനകത്തിട്ട് വേവിക്കണം. ചക്കയരിക്ക് വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് മുൻപേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചക്കയരി പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പൂഞ്ചും കൂടെ ഇതിലിട്ട് വേവിച്ചു കൊടുക്കാം. ഇനി അതിൽ നമുക്ക് 1/2 ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ടേബിൾ സ്പൂൺ ആണ്, ഇതിൻ്റെ 1/4 ഭാഗം. ഈ കപ്പിന് 1 കപ്പ്, അതായത് ചെറിയ ഇത്രയുള്ള 1 കപ്പ് വെള്ളം കൂടെ ഇതിൽ ചേർത്ത് ഈ കൂട്ടുകളെല്ലാം കൂടെ അതിലിട്ട് വേവിക്കും. ഇനി ഇത് 1 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ ചേർക്കാനുള്ള വറവ് ചേർത്ത് നമുക്ക് ഇതിനെ ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് ഇത് കടുക് വറുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ ഇതുപോലെ ഇരിക്കും. കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കടുക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടിലോട്ട് ഇത് തട്ടി കൊടുക്കാം.
കൂട്ടിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ മുൻകൂട്ടി ഈ കൂട്ടിതിൽ ചേർത്തത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല രുചിയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.